അഗളെ നസ്രയത്തിലെ വീട്ടിൽ മേരി നിശബ്ദയായി ഇരുന്ന് ഒരു തുണി തയ്ക്കുകയാണ്. സമയം സന്ധ്യയായി. എല്ലാ കഥകളും അടച്ചിരിക്കുന്നു. നസ്രയത്തിലെ ആ ചെറിയ മുറിയിൽ 3 തീനാളങ്ങൾ കത്തുന്നുണ്ട്. മേരി ഇരിക്കുന്നിടത്തെ മേശപ്പുറത്ത് ഒരു വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. കയ്യിലിരിക്കുന്ന തുണിയുടെ ഒരറ്റം തോളിലും മറ്റേ അറ്റം മുട്ടുവഴി തറയിലും കിടക്കുന്നു. ഒരുപക്ഷെ അതൊരു കിടക്കവിരിയായിരിക്കും. കരിനീല നിറത്തിലുള്ള വേഷം ധരിച്ച മേരി ഒരു മഞ്ഞിൻ കൂനയിൽ നിന്ന് ഉയർന്നു വരുന്നത് പോലെ തോന്നും. മാതാവ് വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. അല്പം തലകുനിച്ചിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉയരത്തിലിരിക്കുന്ന വിളക്കിന്റെ പ്രകാശത്തിൽ അവളുടെ തലമുടി ഇളം വർണ്ണത്തിലുള്ള സ്വർണം പോലെ ശോഭിച്ചു. മുഖത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ അത്ര തന്നെ വെളിച്ചം തട്ടിയിരുന്നില്ല. നല്ല വെടിപ്പുള്ള ആ മുറിയിൽ നിശബ്ദത തലംകെട്ടി നിന്നിരുന്നു. രാത്രിയായതിനാൽ വിജനമായി തീർന്ന റോഡിൽ നിന്നോ അടുക്കളത്തോട്ടത്തിൽ നിന്നോ യാതൊരുവിധ ശബ്ദവും പുറപ്പെടുന്നില്ല. മേരി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തെ വാതിൽ ഭക്ഷണം കഴിക്കാനും അതിഥികളെ സ്വീകരിക്കാനും ഉപയോഗിക്കുന്ന ആ മുറിയിൽ നിന്ന് അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള വാതിൽ അടച്ചിട്ടിരിക്കുകയാണ്. അതിനാൽ കുളത്തിലേക്ക് ഒഴുകി വീഴുന്ന നീരുറവയുടെ ശബ്ദം പോലും കേൾക്കാനില്ല. ശരിക്കും ഇതാണ് രാത്രിയുടെ നിശ്ചലത. അതിവേഗം കരങ്ങൾ ചലിക്കുന്നതിനിടയിൽ മേരി എന്താണാവോ ചിന്തിക്കുന്നത്. ഈ സമയത്ത് പ്രധാന വാതിലിൽ ചെറുതായി മുട്ടുന്നത് കേട്ടു. മേരി അങ്ങോട്ട് നോക്കി ശ്രദ്ധിച്ചു. അത് വളരെ ചെറിയ തോതിലുള്ള ഒരു ശബ്ദമായിരുന്നതിനാൽ വല്ല ജന്തുക്കളോ കാറ്റോ മുഖേന ഉണ്ടായതാവാമെന്നവൾ വിചാരിച്ചു. തല കുനിച്ചിരുന്നവൾ വീണ്ടും അവൾ ജോലിയിൽ ഏർപ്പെട്ടു. എന്നാൽ ശബ്ദം ആവർത്തിക്കുകയും കൂടുതൽ ഉച്ചത്തിലാവുകയും ചെയ്തു. മേരി എഴുന്നേറ്റ് കതകിൻ്റെ അടുത്ത് ചെന്നു. തുറക്കുന്നതിന് മുമ്പായി അവൾ ചോദിച്ചു, ആരാണ് മുട്ടുന്നത്? നേരിയ ഒരു ശബ്ദത്തിൽ മറുപടി വന്നു, ഒരു സ്ത്രീയാണ്. ഈശോയുടെ നാമത്തിൽ എന്നോട് കരുണ കാണിക്കുക. മേരി കതക് തുറന്ന് വിളക്കുയർത്തി ആ തീർത്ഥാടകയെ നോക്കി. തുണിയുടെ ഒരു കൂമ്പാരമാണ് മേരി കണ്ടത്. അതിനിടയിലൂടെ ആഗതയെ കാണാൻ പ്രയാസമാണ്. അവൾ താണുവണങ്ങി പറഞ്ഞു, അല്ലയോ എൻ്റെ നാഥേ, ഈശോയുടെ നാമത്തിൽ എന്നോട് കരുണ കാണിച്ചാൽ. അകത്ത് വന്ന് നിനക്ക് വേണ്ടുന്നത് എന്താണെന്ന് പറയുക. ഞാൻ നിന്നെ അറിയുകയില്ല. ആരും എന്നെ അറിയുകയില്ല. പലർക്കും അറിയുകയും ചെയ്യാം. തിന്മയ്ക്ക് എന്നെ അറിയാം, നന്മയ്ക്കും അറിയാം. എന്നാൽ എനിക്കിപ്പോൾ വേണ്ടത് കാരുണ്യത്തിൻ്റെ കരങ്ങൾ എൻ്റെ നേരെ നീട്ടുക എന്നതാണ്. അവിടുന്ന് തന്നെയാണ് ആ കാരുണ്യം. ഇത്രയും പറഞ്ഞിട്ട് അവർ കരഞ്ഞു തുടങ്ങി. അകത്ത് വരൂ, എന്നിട്ട് പറയൂ. നീ ദുഃഖിതയാണെന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. എങ്കിലും സഹോദരി, നീ ആരാണെന്നും നിന്റെ പേര് എന്താണെന്നും പറയൂ. ഓ അല്ല, ഞാൻ സഹോദരിയല്ല. അവിടുത്തെ സഹോദരിയാവാൻ എനിക്ക് കഴിയുകയില്ല. അവിടുന്ന് നന്മസ്വരൂപന്റെ മാതാവാണ്, ഞാനാവട്ടെ തിന്മയും. മൂടുപടത്തിൽ പൂർണ്ണമായും മറയ്ക്കപ്പെട്ട അവൾ പൂർവാധികം ഉച്ചത്തിൽ കരഞ്ഞു. അമ്മ ഒരു വിളക്കെടുത്ത് കസേരയിൽ വെച്ച് മുട്ടുകുത്തി നിൽക്കുന്ന അജ്ഞാതയായ ആ സ്ത്രീയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവൾ ആരാണെന്ന് മേരിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്കറിയാം. അവൾ തെളിവെള്ളം എന്ന സ്ഥലത്തുള്ള ഒരു വേശ്യയാണ്. ദുഃഖിതയായ അവൾ വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് തേങ്ങിക്കരഞ്ഞു. ഇപ്പോഴും അവൾ മുറിക്കുള്ളിലേക്ക് കടക്കാൻ മടിച്ചു നിൽക്കുകയാണ്. അവൾ പറഞ്ഞു, എൻ്റെ നാഥേ, ഞാനൊരു പുറംജാതിക്കാരിയാണ്. ഒരു വിശുദ്ധയാണെങ്കിൽ പോലും യഹൂദന്മാരായ നിങ്ങൾക്ക് ഞാൻ അശുദ്ധയാണല്ലോ. യഥാർത്ഥത്തിൽ ഞാൻ രണ്ടിരട്ടി അശുദ്ധയാണ്. എന്തെന്നാൽ ഞാനൊരു വേശ്യയാണ്. എൻ്റെ മകനിലൂടെ നീ എന്നെ കാണുകയും നീ എൻ്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നുവെങ്കിൽ പശ്ചാത്താപമുള്ള ഒരു ഹൃദയം നിനക്ക് ഉണ്ടായിരുന്നേ മതിയാവൂ. ദുഃഖിതരെ സ്വാഗതം ചെയ്യുന്ന ഭവനമാണിത്. മേരി അവളെ മുറിക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും കതകടച്ച ശേഷം വിളക്കെടുത്ത് മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്തു. അവളോട് ഇരിക്കാൻ നിർദ്ദേശിച്ച ശേഷം അവർ പറഞ്ഞു, സംസാരിക്കും. എന്നാൽ അവൾ ഇരിക്കാൻ ആഗ്രഹിച്ചില്ല. വിനയപൂർവ്വം കുനിഞ്ഞു നിന്നുകൊണ്ട് അവൾ കരച്ചിൽ തുടർന്നു. ദയാപൂർണയായി ഒരു രാജ്ഞിയെ പോലെ മാതാവ് അവളുടെ മുന്നിൽ നിൽക്കുകയാണ്. അവളെ സമാധാനിപ്പിക്കാൻ മേരി ക്ഷമാപൂർവ്വം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പരിശുദ്ധ അമ്മയുടെ ആകെ കൂടിയുള്ള സമീപനം പ്രാർത്ഥനാനിരതമാണെന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യാറുള്ളത് പോലെ കൈകൂപ്പി പിടിക്കുകയോ
പ്രാർത്ഥനകൾ ഉരുവിടുകയൊന്നും ചെയ്തില്ല. മേരി ആഗതയുടെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. മൂടുപടം അണിഞ്ഞ സ്ത്രീ ഒടുവിൽ കരച്ചിൽ നിർത്തി. മൂടുപടം കൊണ്ട് കണ്ണുനീർ തുടച്ചിട്ട് അവൾ പറഞ്ഞു, ഞാൻ അറിയാത്തത്ര ദൂരത്തു നിന്നും വരികയല്ല. ഇതെന്റെ പാപമോചനത്തിലുള്ള സമയമാകയാൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്താം. അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എത്രയധികം മുറിവുകൾ ഉണ്ടെന്ന് അവിടത്തേക്ക് മനസ്സിലാവും. അവിടുന്ന് ഒരമ്മയാണ്, കർത്താവിൻ്റെ അമ്മ. അതിനാൽ അവിടുന്ന് എന്നോട് കരുണ കാണിക്കണം. അതെ എൻ്റെ മകളെ. ഓ അതെ, എന്നെ മകളെന്ന് വിളിക്കൂ. എനിക്ക് ഒരമ്മയുണ്ടായിരുന്നു. ഞാൻ അവരെ വിട്ടുപോയി. അവർ ഹൃദയം പൊട്ടി മരിച്ചതായി പിന്നീട് ഞാൻ അറിഞ്ഞു. എനിക്കൊരു അച്ഛനും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ശപിച്ചു. അദ്ദേഹം പട്ടണത്തിലുള്ളവരോട് പറഞ്ഞു, എനിക്കിനി അങ്ങനെ ഒരു മകളില്ല. അവൾ കൂടുതൽ ദുഃഖിതയായി വീണ്ടും കരഞ്ഞു. മാതാവ് വേദനയോടെ തൻ്റെ കരങ്ങൾ അവളുടെ തലയിൽ വെച്ച് അവളെ ആശ്വസിപ്പിച്ചു. മൂടുപടം അണിഞ്ഞ സ്ത്രീ തുടർന്നു പറഞ്ഞു, ഇനി ആരും എന്നെ മകളെന്ന് വിളിക്കുകയില്ല. അതെ, എന്നെ ഇങ്ങനെ തലോടൂ. ഞാൻ പരിശുദ്ധയും നല്ലവളുമായിരുന്ന കാലത്ത് എൻ്റെ അമ്മ എന്നെ ഇങ്ങനെ തലോടുമായിരുന്നു. ഞാൻ ഈ കൈയിൽ ഉമ്മ വയ്ക്കട്ടെ. ആ കൈ കൊണ്ട് എൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റൂ. എൻ്റെ കണ്ണുനീർ കൊണ്ട് മാത്രം ഞാൻ ശുദ്ധീകരിക്കപ്പെടുകയില്ല. സത്യം മനസ്സിലാക്കിയപ്പോൾ ഞാൻ എത്രയധികം കരഞ്ഞു. മുമ്പും ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. കാരണം പുരുഷന്മാരാൽ അശുദ്ധമാക്കപ്പെട്ട, കടന്നാക്രമിക്കപ്പെട്ട ഒരു ശരീരം മാത്രമാണ് എനിക്കുള്ളതെന്ന ഭീകരമായ ചിന്ത എനിക്കുണ്ടായി. എന്നാൽ അതൊക്കെ ആക്രമണ ഹൃദയയായ ഒരു മൃഗത്തിൻ്റെ കണ്ണുനീർ മാത്രമായിരുന്നു. ആക്രമണകാരിയോടുള്ള വെറുപ്പും എതിർപ്പും മാത്രമാണ് അതിൽ നിഴലിച്ചിരുന്നത്. അതിനാൽ ഞാനുമായി ബന്ധപ്പെട്ടവർ മാറി വന്നു എന്നല്ലാതെ എൻ്റെ മൃഗീയതയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ 8 മാസമായി ഞാൻ കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്തെന്നാൽ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. എൻ്റെ കഷ്ടസ്ഥിതിയെപ്പറ്റിയും എൻ്റെ കൊള്ളരുതായ്മയെപ്പറ്റിയും എനിക്ക് ബോധ്യം വന്നു. അതിൻ്റെ മൂർധന്യത്തിൽ എനിക്ക് അവയോട് വെറുപ്പ് തോന്നി. കൂടുതൽ കൂടുതൽ തിരിച്ചറിവ് എനിക്കുണ്ടായെങ്കിലും എൻ്റെ കണ്ണുനീർ ഇതുവരെയും എന്നെ ശുദ്ധീകരിച്ചില്ല. അത് എൻ്റെ വഷളത്വമായി കൂട്ടിക്കൊഴിയുന്നതല്ലാതെ അതിനെ കഴുകിക്കളയുന്നില്ല. ഓ അമ്മേ, എൻ്റെ കണ്ണുനീർ തുടയ്ക്കൂ. എൻ്റെ രക്ഷകൻ്റെ അടുത്തേക്ക് പോകാത്തക്കവണ്ണം എന്നെ ശുദ്ധീകരിക്കൂ. അതെ എൻ്റെ മകളെ, ഞാൻ അങ്ങനെ ചെയ്യാം. നീ ഇവിടെ എൻ്റെ അടുത്തിരിക്കൂ. സമാധാനത്തോടെ സംസാരിക്കൂ. നിന്റെ ഭാരങ്ങളെല്ലാം ഈ അമ്മയുടെ പാദങ്ങളിൽ ഇറക്കി വയ്ക്കൂ. എന്നാൽ മൂടുപടം അണിഞ്ഞ ആ സ്ത്രീ മാതാവിൻ്റെ പാദങ്ങളോട് ചേർന്ന് തറയിൽ ഇരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ സാവധാനം പറഞ്ഞു തുടങ്ങി, ഞാൻ സീറാക്കോസിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 26 വയസ്സ് പ്രായമുണ്ട്. ധനവാനും മാന്യനുമായ ഒരു റോമാക്കാരൻ്റെ കാര്യസ്ഥനായിരുന്നു എൻ്റെ പിതാവ്. ധനകാര്യസ്ഥൻ എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഏകപുത്രിയാണ്. എൻ്റെ ജീവിതം സന്തോഷകരമായിരുന്നു. കടൽക്കരയിലുള്ള മനോഹരമായ ഒരു ബംഗ്ലാവിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. എൻ്റെ അച്ഛന് അവിടെയായിരുന്നു ജോലി. ആ ബംഗ്ലാവിൻ്റെ ഉടമസ്ഥനോ ഭാര്യയോ കുട്ടികളോ അവിടെ ഇടയ്ക്കിടെ വരുമായിരുന്നു. അവർ ഞങ്ങളോട് വളരെ കാര്യമായിട്ടാണ് ഇടപെട്ടിരുന്നത്. പ്രത്യേകിച്ചും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അവരുടെ പെൺകുട്ടികൾ എൻ്റെ കൂടെ കളിക്കുമായിരുന്നു. അതിലെൻ്റെ അമ്മയ്ക്ക് വളരെ സന്തോഷവും അഭിമാനവും തോന്നി. സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്ന ഞാൻ എല്ലാ കാര്യങ്ങളിലും വിജയം വരിച്ചു. എന്നാൽ നല്ല കാര്യങ്ങളെക്കാൾ നിസ്സാര കാര്യങ്ങളെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. സീറാക്കൂസിൽ ഒരു വലിയ തിയേറ്റർ ഉണ്ടായിരുന്നു. വളരെ വലുതും മനോഹരവുമാണ്. അവിടെ കളികളും കലാപരിപാടികളും നടന്നിരുന്നു. അവിടെ നടത്തിയിരുന്ന ഹാസ്യ നാടകങ്ങളിലും ദുരന്ത നാടകങ്ങളിലും ധാരാളം വിദൂഷകന്മാരുണ്ടായിരുന്നു. അവർ ഗാനങ്ങളുടെ അർത്ഥം നിശബ്ദ നൃത്തങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരുന്നത്. നിങ്ങൾക്കതറിയില്ല. എന്നാൽ ഞങ്ങളുടെ കരങ്ങളുടെയും ശരീരത്തിൻ്റെയും ചലനങ്ങളിലൂടെ പുരുഷന്മാരുടെ കാമാസക്തിയെ ഞങ്ങൾ ഇളക്കിവിട്ടു.
ഒരു പ്രത്യേക വിദ്യാലയത്തിൽ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇതിനുള്ള പരിശീലനം നൽകിയിരുന്നു. അവർ ദേവതമാരെ പോലെ സൗന്ദര്യമുള്ളവരും ചിത്രശലഭങ്ങളെപ്പോലെ ചുണയുള്ളവരും ആയിരുന്നു. ഇവിടെ പോകാനും ഈ നൃത്തം കാണാനും ഞാൻ ഇഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിലുള്ള മണൽപ്പരപ്പിലെ പൂക്കളം അണിഞ്ഞ് പുൽത്തകിടിയിൽ ഇങ്ങനെ അനുകരിച്ച് ഞാൻ നൃത്തം ചെയ്തു. അങ്ങനെ ഞാൻ കലാപരമായി ഒരു ശില്പമായി, ഒരു ഇളം കാറ്റിനായി സൗന്ദര്യധാമമായി പാറിപ്പറക്കുന്ന ഒരു ചിത്രശലഭമായി വാഴ്ത്തപ്പെട്ടു. പണക്കാരായ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ അഭിനന്ദിച്ചു. എൻ്റെ അമ്മയ്ക്കും അഭിമാനമുണ്ടായിരുന്നു. മൂടുപണം അണിഞ്ഞ ആ സ്ത്രീ തൻ്റെ പൂർവ്വകഥകൾ ഓർക്കുകയും നിരീക്ഷിക്കുകയും സ്വപ്നം കാണുകയും ചെയ്തുകൊണ്ട് കരഞ്ഞു. ഓരോ തേങ്ങലും അവളുടെ പ്രഭാഷണത്തിലെ അർദ്ധവിരാമം പോലെയായിരുന്നു. അവൾ തുടർന്നു. ഒരു ദിവസം, അതൊരു മെയ് മാസത്തിലായിരുന്നു, സീറാക്കോസ് മുഴുവനും പൂക്കൾ കൊണ്ട് അലങ്കൃതമായിരുന്നു. വസന്തോത്സവത്തിൻ്റെ ആഘോഷങ്ങൾ കഴിഞ്ഞ ഉടനെ നർത്തകരെ അഭിനന്ദിക്കുന്നതിനായി ഞാൻ ആനന്ദ നിർവൃതിയോടെ തിയേറ്ററിലേക്ക് പോയി. എൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ അവരുടെ പുത്രന്മാരോടൊപ്പം എന്നെയും കൂടെ കൊണ്ടുപോയി. എനിക്കന്ന് 14 വയസ്സായിരുന്നു. വസന്തകാലത്ത് സിറസ് ദേവിയെ ആരാധിക്കുന്ന അപ്സരസുകളുടെ വേഷം അഭിനയിച്ച നർത്തകിമാർ റോസാപുഷ്പങ്ങൾ കൊണ്ടാണ് കിരീടവും വസ്ത്രവും അണിഞ്ഞിരുന്നത്. ചിലന്തി വല പോലെ നേർത്ത ഒരു ആവരണത്തിൽ റോസാപുഷ്പങ്ങൾ തുന്നിപ്പിടിപ്പിച്ച വേഷമാണ് അവർ ധരിച്ചിരുന്നത്. നൃത്തം ചെയ്യുമ്പോൾ ചിറകുവെച്ച ഹെബസ് ദേവിയെ പോലെ ആയിരുന്നു അവർ. പാറിപ്പറന്നവർ നൃത്തം വെച്ചപ്പോൾ ആടിയുലഞ്ഞ പുഷ്പവസ്ത്രത്തിനിടയിലൂടെ അവരുടെ അതിമനോഹരമായ ശരീരം കാണാമായിരുന്നു. ഞാൻ ആ നൃത്തം പഠിച്ചു. അങ്ങനെ ഒരു ദിവസം മൂടുപണം അണിഞ്ഞ ആ സ്ത്രീ ഉച്ചത്തിൽ കരഞ്ഞു. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ സുന്ദരിയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്, നോക്കൂ. അവൾ എഴുന്നേറ്റ് നിന്ന് മുഖാവരണവും വലിയ മേൽവസ്ത്രം എടുത്തു മാറ്റി. ഞാൻ സ്തംഭിച്ചുപോയി. എന്തെന്നാൽ മേൽവസ്ത്രം മാറ്റി അവൾ അത്രയ്ക്ക് സുന്ദരിയായിരുന്നു. അവളുടെ മാന്യമായ വസ്ത്രവും വെടഞ്ഞു കെട്ടിയ തലമുടിയും മനോഹരം തന്നെ. വില കൂടിയ രത്നങ്ങളോ ആഡംബരപൂർണമായ വസ്ത്രങ്ങളോ അവൾ അണിഞ്ഞിരുന്നില്ല. അവളുടെ ശരീരം ഒരു പുഷ്പം പോലെ മൃദുലവും കുറ്റമറ്റതുമായിരുന്നു. സുന്ദരമായ അവളുടെ മുഖത്തെ ആകർഷകമായ കണ്ണുകളിൽ വികാരം നിറഞ്ഞു നിന്നിരുന്നു. അവൾ മേരിയുടെ അടുത്ത് വീണ്ടും ഇരുന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, നിർഭാഗ്യവശാൽ ഞാനൊരു സുന്ദരിയായിരുന്നു, അതോടൊപ്പം ഉത്സാഹശാലിയുമായിരുന്നു. ഒരു ദിവസം പുഷ്പവസ്ത്രങ്ങൾ അണിയുന്നതിന് വീട്ടുടമസ്ഥൻ്റെ പെൺമക്കൾ എന്നെ സഹായിച്ചു. കാരണം ഞാൻ നൃത്തം ചെയ്യുന്നത് കാണാൻ അവർക്ക് വളരെ ഇഷ്ടമായിരുന്നു. റോസാപുഷ്പങ്ങൾ കൊണ്ട് നിർമ്മിച്ച വേഷവും അണിഞ്ഞുകൊണ്ട് നീലക്കടലിനെ അഭിമുഖമായി ഞാൻ നിന്നു. വിജനമായ ആ കടൽ തീരത്ത് വെള്ളയും മഞ്ഞയും നിറത്തിലുള്ള വനപുഷ്പങ്ങളുടെയും ബദാം പൂക്കളുടെയും വാനില പൂക്കളുടെയും നഗ്നമായ മനുഷ്യ ശരീരങ്ങളുടെയും രൂക്ഷഗന്ധം വീശി. അതോടൊപ്പം നാരകത്തോട്ടത്തിൽ നിന്നും റോസാത്തോട്ടത്തിൽ നിന്നുമുള്ള ശക്തമായ സുഗന്ധവും വ്യാപിച്ചിരുന്നു. സമുദ്രവും കടൽ തീരവും സൂര്യനും ആ സുഗന്ധം നുകർന്നു. ഈ സമയത്ത് ഒരു വികട വിചാരം എൻ്റെ തലയിലൂടെ കടന്നുപോയി. ഞാനൊരു അപ്സരസാണെന്ന് എനിക്ക് തോന്നി. കൂടാതെ ഞാൻ ആരാധന നടത്തുകയാണെന്ന്. ആരെ? വിളവ് തരുന്ന ഈ ഭൂമിയെയോ ഫലസമൃദ്ധമാക്കുന്ന ഈ സൂര്യനെയോ? എനിക്കറിഞ്ഞുകൂടാ. പുറം ജാതിയായ ഞാൻ വിചാരിച്ചു, എൻ്റെ ഏകാധിപതിയായ രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന കാമവികാരത്തെയാണ് ഞാൻ പൂജിക്കുന്നതെന്ന്. അതേപ്പറ്റി എനിക്ക് കാര്യമായൊന്നും അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ഏതൊരു ദേവനെയുംകാൾ ശക്തിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഉദ്യാനത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു പൂക്കൊലയുമായി ഞാൻ നൃത്തം ചെയ്തു. യൗവനവും ചുറുചുറുക്കും സൗന്ദര്യവും പ്രദാനം ചെയ്ത സന്തോഷത്തോടെ സൂര്യപ്രകാശവും സുഗന്ധവുമേറ്റ് ഉന്മത്തയായി ഞാൻ നൃത്തം ചെയ്തു. എന്നാൽ ഒരു പുരുഷനത് കാണുന്നതായി എനിക്ക് മനസ്സിലായി. അയാളുടെ ആർത്തുപിടിച്ച 2 കണ്ണുകൾ രൂക്ഷമായി നോക്കിയിട്ടും
നഗ്നമായി നൃത്തം ചെയ്യുന്നതിൽ എനിക്കൊട്ടും ലജ്ജ തോന്നിയില്ല. നേരെ മറിച്ച് കൂടുതൽ ആനന്ദത്തോടെ, കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഞാൻ നൃത്തം ചെയ്തു. ആസ്വദിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോൾ എൻ്റെ കാലുകൾക്ക് ചിറകു വെച്ചു. അതോടെ എൻ്റെ നാശം ആരംഭിക്കുകയും ചെയ്തു. 3 ദിവസങ്ങൾക്ക് ശേഷം ആ ഭൂവുടമ റോമിലേക്ക് തിരികെ പോയതിനാൽ ഞാൻ വീട്ടിൽ തനിച്ചായി. എന്നെ ആസ്വദിച്ച ആ കണ്ണുകൾ നൃത്തത്തിനും അപ്പുറത്ത് ഉള്ള ഇന്ദ്രിയ സുഖത്തെയും ലൈംഗികതയെയും പറ്റി എനിക്ക് മനസ്സിലാക്കി തന്നു. മേരിക്ക് ഈ കഥ കേട്ട് അല്പം മുഷിപ്പ് തോന്നിയതായി അഗ്ലേ മനസ്സിലാക്കി. അവൾ പറഞ്ഞു, ഓ, എന്നാൽ അവിടുന്ന് പരിശുദ്ധയാണ്. ഒരുപക്ഷെ ഞാൻ അവിടുത്തെ മുഷിപ്പിച്ചിട്ടുണ്ടാവും. എൻ്റെ മകളെ, പറയൂ. ഇതൊക്കെ ഈശോയോട് പറയുന്നതിനേക്കാൾ എന്നോട് തന്നെ പറയുന്നതാണ് നല്ലത്. മേരിയെല്ലാം കഴുകിക്കളയുന്ന ഒരു സമുദ്രമാണല്ലോ. അതെ, അവിടത്തോട് പറയുന്നത് തന്നെയാണ് നല്ലത്. ഈശോയുടെ അമ്മയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഞാനിത് വിചാരിച്ചതാണ്. എന്നാൽ മറ്റു മനുഷ്യരിൽ നിന്നും വ്യത്യസ്തനും പൂർണ്ണമായും ആത്മീയനുമായിട്ടുള്ള ഏകമനുഷ്യനുമായ ഈശോയെപ്പറ്റി എനിക്ക് നേരത്തെ കാര്യമായി യാതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. കൊടും പാപികളെ, അവരിൽ ഏറ്റവും വലിയ പാപി ഞാൻ തന്നെയാണ്. രക്ഷിക്കുന്നതിനായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ ഇറങ്ങി വന്ന സുഖഭോഗങ്ങളിൽ ഒട്ടും തൽപരനല്ലാത്ത ഈ മനുഷ്യന് ഒരമ്മയുള്ളതായി എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീടാണ് അവിടുത്തെ മകനാണ് ഈശോ എന്ന് ഞാൻ അറിഞ്ഞത്.